Good morning. Today we are going to discuss about union and its territory. So this is the first part of constitution. So we already discussed the constitution is having 395 articles and 22 parts. So among the 395 articles, the first 4 articles deals with union and its territory. And the first part of the constitution is union and its territory. So this is the new figure of India. Here you can see there is 28 states and 8 union territories are present. In 2019, Jammu Kashmir Reorganization Act വന്നു. ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വന്നു. അപ്പൊ ആ ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വെച്ചിട്ട് ജമ്മു കാശ്മീർ ഈസ് ഡിവൈഡഡ് ഇൻടു 2 യൂണിയൻ ടെറിട്ടറീസ്, ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക്. So these 2 union territories are the latest reorganization in India. So as per 2019 December, we are having 28 states and 8 union territories. How it become 8? Because Daman and Diu and Dadra and Nagar Haveli combined to form one union territory. So 8 union territory. About 28 states, 8 union territories. അപ്പോൾ നമ്മൾ യൂണിയൻ ആൻഡ് ടെറിട്ടറീസ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട കാര്യമാണ് ഈ ഒരു ഫിഗർ. നമ്മുടെ രാജ്യത്തില് ഓരോ സംസ്ഥാനവും എവിടെ കിടക്കുന്നു, എവിടെയാണ് അതിന്റെ പൊസിഷൻ, ആൻഡ് ഹൗ മെനി നൈബറിംഗ് കൺട്രീസ് ആർ ദെയർ. വിച്ച് ആർ ദേ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, Bangladesh, Myanmar. So these are the neighboring countries. So which neighboring country having the largest neighboring states, or they are having Bangladesh. Bangladesh ആണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് നൈബറിംഗ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ, ഈ ഫിഗറിൽ ഡൽഹി എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഹരിയാന എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ദാമൻ ആൻഡ് ദിയു നഗർ ഹവേലി, ദാദ്ര നഗർ ഹവേലി അത് എവിടെ ഇരിക്കുന്നു, ഗോവ എവിടെയാണ് അതിന്റെ പൊസിഷൻ, ഗാന്ധിനഗർ എവിടെയാണ്, ഭോപ്പാൽ എവിടെയാണ്. സോ ഈ ഒരു പൊസിഷൻസ് നമ്മുടെ ഈ ഒരു ഫിഗർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ആസ് എ ഇന്ത്യൻ സിറ്റിസൺ, we are much responsible to identify each one of the state and union territory in India. Okay, so ഈ ഫിഗർ ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മള് ആർട്ടിക്കിൾ 1 ആണ് ആദ്യം പറയുന്നത്. ആർട്ടിക്കിൾ 1, ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, shall be a union of states. ഇന്ത്യ അതായത് ഭാരതം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ്. അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ എന്ന പദത്തെയും ഭാരതം എന്ന പദത്തെയും രണ്ടിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സോ ആർട്ടിക്കിൾ 1 ഈ രണ്ട് വാക്കുകളും പറയുന്നുണ്ട്. സോ നമ്മുടെ അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മോഡേൺ നെയിമാണ്, ബട്ട് ഭാരത് എന്നത് ട്രഡീഷണൽ നെയിമാണ്. ഇപ്പൊ രണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ 1-ൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. രണ്ട്, ആർട്ടിക്കിൾ 2. ആർട്ടിക്കിൾ 2 എന്താണ് പറയുന്നത്? Admission or establishment of new states that are not part of Union of India. For example പറഞ്ഞാല് 1975-ല് സിക്കിം ഇന്ത്യയുടെ സ്റ്റേറ്റ് ആയിട്ട് വന്നു. അന്ന് സിക്കിം ഇന്ത്യയുടെ പാർട്ടല്ല, ടിബറ്റിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ടിബറ്റിന്റെ ഭാഗമായിരുന്ന സിക്കിം 1975-ൽ ഇന്ത്യയുടെ പാർട്ട് ആയത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്?
Article 2 ആണ്. So Article 2 deals with the admission or establishment of new states that are not part of Union of India. And Article 3 deals with internal readjustment of territories of the constituent states of the Union of India. For example, നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ലാൻഡുകൾ തന്നെ റീഅഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പുതിയ സ്റ്റേറ്റ് ഉണ്ടാവും. ഇപ്പോ മധ്യപ്രദേശിനെ ഡിവൈഡ് ചെയ്താണ് ഛത്തീസ്ഗഡ് ഉണ്ടായത്, ബീഹാറിനെ ഡിവൈഡ് ചെയ്താണ് ജാർഖണ്ഡ് ഉണ്ടായത്, ആന്ധ്രാപ്രദേശിനെ ഡിവൈഡ് ചെയ്താണ് തെലങ്കാന ഉണ്ടായത്, ഉത്തർപ്രദേശിനെ ഡിവൈഡ് ചെയ്താണ് ഉത്തരാഞ്ചൽ ഉണ്ടായത്. So these are all part of India. So internal readjustment വഴി ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാകും. അതാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. And ആർട്ടിക്കിൾ 4 പറയുന്നത് whatever laws, ഞാൻ പറഞ്ഞു ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019, അത് വെച്ചിട്ടാണ് ജമ്മു കാശ്മീർ ബൈഫർക്കേറ്റഡ് ടു ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക്. ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് 2014, അത് വെച്ചിട്ടാണ് ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഉണ്ടായത്. സോ ഇങ്ങനെ ഓരോരോ ആക്ടുകൾ പ്രകാരമാണ് ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ആക്ടുകൾ ഒന്നും will not be considered as an amendment of the constitution. If we are passing a law for the establishment of new state, which will not be considered as amendment of the constitution. അതിനെ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതാണ് ആർട്ടിക്കിൾ 4 പറയുന്നത്. Okay, so these are the 4 articles which are under part 1 and which deals with union and its territory. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വന്നതിന് ശേഷം ഒരുപാട് ഫോറിൻ ടെറിട്ടറീസ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോ ദാദ്ര ആൻഡ് നഗർ ഹവേലി, പുതുച്ചേരി, ഗോവ, ദാമൻ ആൻഡ് ദിയു, സിക്കിം, ഇതെല്ലാം ഫോറിൻ ടെറിട്ടറീസ് ആയിരുന്നവയാണ്. കാരണം ഗോവയൊക്കെ പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. 1962 ഗോവ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു ആ മിഷന്റെ പേര്. അപ്പോ പുതുച്ചേരി, അതുപോലെ ഗോവ, ദാമൻ ആൻഡ് ദിയു, ദാദ്ര നഗർ ഹവേലി, പിന്നെ സിക്കിം, ഇതെല്ലാം ഫോറിൻ ടെറിട്ടറീസ് ആണ്. ഇവയെല്ലാം ഇന്ത്യയുടെ പാർട്ട് ആവുന്നത് ആർട്ടിക്കിൾ 2 വെച്ചിട്ടാണ്. ഓക്കെ, ഇത്രയും ആർട്ടിക്കിൾസ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വച്ചിരിക്കേണ്ട ആർട്ടിക്കിൾസ് ആണ്. ഇനി എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എന്ന് മുതലാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റിക് ഫോർമേഷൻ, ഭാഷാ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ വരണമെന്നൊരു തീരുമാനം വന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു 1960. അന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന സ്റ്റേറ്റുകളെ എല്ലാം കാറ്റഗറൈസ് ചെയ്ത് 4 കാറ്റഗറി ആയിട്ട് തിരിച്ചു. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി. So before independence, we are having 2 types of states: princely states and British Indian provinces. Princely states എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടുരാജ്യങ്ങൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ട്രാവൻകൂർ, കൊച്ചി. That is a princely state. രാജാവാണ് അവിടെ ഭരിച്ചിരുന്നത്. But there is a person which is part of the representative of British government who is called British resident. അങ്ങനെ 552 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 552 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സുകളെല്ലാം ചെറുതായിട്ട് കമ്പൈൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ നടത്തി പിടിച്ചടക്കി അത് പിന്നെ 100ഉം 150ഉം അല്ലെങ്കിൽ 200ഉം ഒക്കെ ആയി. പിന്നെ അത് 10ആയി, 20ആയി, അങ്ങനെയൊക്കെ ചെറുതായി വന്നു. അതൊക്കെ വലിയ വലിയ കഥകളാണ് നമുക്ക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ പഠിക്കേണ്ടത്.
എനിവേ ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യ ഫോം ചെയ്തപ്പോൾ ഹൈദരാബാദ്, കാശ്മീർ ഇതൊക്കെ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യാൻ റെഫ്യൂസ് ചെയ്യപ്പെട്ട പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്. അതുപോലെ ബ്രിട്ടീഷ് പ്രൊവിൻസസ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രൊവിൻസസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങളാണ് ബ്രിട്ടീഷ് പ്രൊവിൻസസ്. എക്സാമ്പിൾ പറഞ്ഞാല് മദ്രാസ്. അപ്പൊ ഇങ്ങനെ പല പല ടൈപ്പ് ഓഫ് ലാൻഡ്സ് ടെറിട്ടറീസ് നമുക്ക് ഇന്ത്യയിലുണ്ടാകും. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഇവയെല്ലാം ഇന്ത്യയുടെ പാർട്ടാണ്. ഇവയെല്ലാം കാറ്റഗറൈസ് ചെയ്ത് 4 കാറ്റഗറി ആക്കി. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ആൻഡ് പാർട്ട് ഡി. പാർട്ട് എ പറയുന്നത് ബ്രിട്ടീഷ് പ്രൊവിൻസസുകൾ മാത്രം, അതൊരു 9. പാർട്ട് ബി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വിത്ത് ലെജിസ്ലേച്ചർ, ഭരണ നിർമ്മാണ സഭ ഉള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. പാർട്ട് സി ഭരണനിർമ്മാണ സഭ ഇല്ലാത്ത, നിയമനിർമ്മാണ സഭ ഇല്ലാത്ത പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, പിന്നെ കുറച്ച് ബ്രിട്ടീഷ് പ്രൊവിൻസസ്. സോ ഒരു മിക്സ് ആണ് പാർട്ട് സി. പാർട്ട് ഡി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇതായിരുന്നു the categorization of states when the constitution came into force. നോക്കൂ, പാർട്ട് എ ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ് പ്രൊവിൻസസ് ആണ്. മദ്രാസ്, ബോംബെ, വെസ്റ്റ് ബംഗാൾ ഇത് 3 കേന്ദ്രീകരിച്ചായിരുന്നു ബ്രിട്ടീഷ് ഭരണം. കൽക്കട്ട, ബോംബെ, മദ്രാസ്. അപ്പൊ ഈ മദ്രാസ് ബ്രിട്ടീഷ് പ്രൊവിൻസിന്റെ പാർട്ടായിരുന്നു കേരളത്തിന്റെ മലബാർ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ് എല്ലാം കൂടെയാണ് പാർട്ട് എ കാറ്റഗറിയിൽ വന്നത്. മദ്രാസ്, ബോംബെ, ഒറീസ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാം, യുണൈറ്റഡ് പ്രൊവിൻസ്, മധ്യപ്രദേശ്, പഞ്ചാബ്. പാർട്ട് ബി ഓഫ് ട്രാവൻകൂർ, കൊച്ചി, മൈസൂർ, ഹൈദരാബാദ്, വിന്ധ്യപ്രദേശ്, മധ്യഭാരത്, സൗരാഷ്ട്ര, രാജസ്ഥാൻ, പട്യാല ആൻഡ് ഈസ്റ്റ് പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ. These are the princely states. ഈ ട്രാവൻകൂർ, കൊച്ചി, മൈസൂർ, ഹൈദരാബാദ് ഒക്കെ എന്തായിരുന്നു? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു. അതാണ് പാർട്ട് ബിയിൽ വരുന്നത്. പാർട്ട് സി ഇതിന്റെ 2 മിക്സ് ആണ്. അജ്മർ, ഭോപ്പാൽ, കൂർഗ്, ഡൽഹി, ഹിമാചൽ പ്രദേശ് അങ്ങനെ ഒരു 10 എണ്ണം ചേർന്നതായിരുന്നു പാർട്ട് സി. പാർട്ട് ഡി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇതാണ് 1950-ലെ ഇന്ത്യയുടെ അവസ്ഥ. അപ്പൊ 1947-ല് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ തന്നെ ലോട്ട് ഓഫ് അജിറ്റേഷൻസ് ഓർ ലോട്ട് ഓഫ് ആവശ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി. എന്താണ്? ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. നമുക്ക് ഈ 1953 മുതലുള്ള ഹിസ്റ്ററി നോക്കിയാൽ മതി. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ ശേഷം ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മതി. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നു. 1947-ൽ ഇൻഡിപെൻഡൻസ് കിട്ടി. 1948-ലെ എസ്.കെ. ധർ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു. എസ്.കെ. ധർ കമ്മീഷൻ. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ എന്നാണ് ആ കമ്മീഷന്റെ പേര്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ. ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് എസ്.കെ. ധർ എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒരു കമ്മീഷൻ കൊണ്ടുവന്നു 1948 ജൂണിൽ. ആ കമ്മീഷൻ എന്താ ചെയ്തേ? They study the feasibility of linguistic based state formation. ഭാഷാ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഫോർമേഷനെ കുറിച്ചുള്ള ഫീസിബിലിറ്റിയെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. 1948-ൽ അവരെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ റിപ്പോർട്ടിൽ അവർ റെക്കമെൻഡ് ചെയ്തു റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. പക്ഷെ അവര് കംപ്ലീറ്റ് ആയിട്ട് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ എന്നാലും പാർഷ്യലി. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കമ്മീഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. എസ്.കെ. ധർ കമ്മീഷൻ, ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ. പക്ഷെ അങ്ങനത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായ INC വാസ് നോട്ട് ഹാപ്പി വിത്ത് ധർ കമ്മീഷൻ. ധർ കമ്മീഷനിൽ ഹാപ്പി ആയിരുന്നില്ല. സോ INC appointed a new committee for the linguistic province formation, and that committee is called JVP committee. JVP. 1948 ഡിസംബറിലാണ് എസ്.കെ. ധർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അന്ന് തന്നെ 1948 ഡിസംബറിൽ തന്നെ JVP കമ്മിറ്റി വന്നു.
ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഓർത്തുവെക്കുക, ജെ ജവഹർലാൽ നെഹ്റു, വി വല്ലഭായ് പട്ടേൽ, പി പട്ടാഭി സീതാരാമയ്യ. ഈ 3 പേര് ചേരുന്ന ഒരു കമ്മിറ്റി ആര് കൊണ്ടുവന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്നു. ആ കമ്മിറ്റി പറഞ്ഞു ലാംഗ്വേജ് ബേസ്ഡ് സ്റ്റേറ്റ് ഫോർമേഷൻ വേണ്ട എന്ന് പറഞ്ഞു. ലാംഗ്വേജ് ബേസ്ഡ് സ്റ്റേറ്റ് ഫോർമേഷൻ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അവിടെയും ആവശ്യങ്ങൾ തീർന്നില്ല. 1953 ഇന്ത്യയിൽ ഒരു സംഭവം ഉണ്ടായി. പോറ്റി ശ്രീരാമലു, ഈ പേരൊന്ന് ഓർത്തു വെക്കുക, പോറ്റി ശ്രീരാമലു. അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ഒരു ആളായിരുന്നു. അദ്ദേഹം തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ഒരു സ്റ്റേറ്റ് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 58 ഡേയ്സ് ഹങ്കർ സ്ട്രൈക്ക് നടത്തി. അതിനൊടുവിൽ അദ്ദേഹം മരണപ്പെട്ടു. ആ അജിറ്റേഷൻ ഒടുവിൽ 1953 ഒക്ടോബർ 1 ആന്ധ്ര എന്നൊരു ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് സ്റ്റേറ്റ് ഫോം ചെയ്തു. 1953 ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ആന്ധ്ര, is formed because of the agitation or hunger strike from ശ്രീ പോറ്റി ശ്രീരാമലു. അദ്ദേഹം ഒരു രക്തസാക്ഷിയാണ്. പോറ്റി ശ്രീരാമലു നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പേരാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷന് വേണ്ടി ഹങ്കർ സ്ട്രൈക്ക് നടത്തി മരണപ്പെട്ട ഒരാളാണ് പോറ്റി ശ്രീരാമലു. ഹീസ് ഫ്രം ആന്ധ്ര. അപ്പോൾ 1953 ആന്ധ്ര എന്നൊരു സ്റ്റേറ്റ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി രൂപം കൊണ്ടു. അങ്ങനെ 1953 again ഇന്ത്യ ഗവൺമെന്റ് അപ്പോയിന്റഡ് എ ന്യൂ കമ്മിറ്റി ഫോർ ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ and that committee under the chairmanship of ഫസൽ അലി. നമുക്ക് ഈ ഫസൽ അലി സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ മുതലാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ബാക്കിയെല്ലാം തഴയപ്പെട്ടതാണ്. 1948 ജൂലൈയിൽ ധാർ കമ്മീഷൻ, 1948 ഡിസംബറിൽ JBP കമ്മിറ്റി ബൈ INC, ആൻഡ് 1953 പോറ്റി ശ്രീരാമലുവിന്റെ ഹങ്കർ സ്ട്രൈക്ക്. ആന്ധ്ര വരുന്നു. 1953 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഫസൽ അലിയുടെ വരും. So that Fasal Ali submitted a report on 1955. Linguistic based state formation ആണ് recommend ചെയ്തത്. And 1956 State Reorganization Act വന്നു. 1956 State Reorganization Act വന്നു. ഈ State Reorganization Act പ്രകാരം 1956 നവംബർ 1 14 states and 6 union territories were formed in India. That is very, very important. 1956 State Reorganization Act പ്രകാരം 1956 നവംബർ 1 14 states and 6 union territories were formed. So that is Kerala, Tamil Nadu, Andhra Pradesh, Mysore, West Bengal, Bihar, Orissa, Uttar Pradesh, Jammu and Kashmir, Bombay, Rajasthan, Punjab, ഇങ്ങനെ പറഞ്ഞു 14 സ്റ്റേറ്റ്സ്. ഇത് ഓരോന്നും ഇപ്പൊ തിരുക്കൊച്ചിയും മലബാറും ചേർന്നാണ് കേരളം ഉണ്ടായത്. മദ്രാസ് ആണ് തമിഴ്നാടായി മാറിയത് 1969. ആന്ധ്രയും തെലങ്കാനയും ചേർന്നാണ് ആന്ധ്രാപ്രദേശ് ഉണ്ടായത്. മൈസൂറും കൂർഗും ചേർന്നാണ് മൈസൂർ. The name changed to Karnataka in 1973. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒറീസയുടെ പേര് ഒഡീഷയായി 2011. ആസാം, ജമ്മു ആൻഡ് കാശ്മീർ, സൗരാഷ്ട്ര, കച്ച്, ബോംബെ, ഇത് മൂന്നും ചേർന്നാണ് ബോംബെ ഉണ്ടായത്. അജ്മറും രാജസ്ഥാനും ചേർന്നാണ് രാജസ്ഥാൻ ഉണ്ടായത്. മധ്യഭാരത്, മധ്യപ്രദേശ്, വിന്ധ്യപ്രദേശ്, ഭോപ്പാൽ, ഇത് 4 ചേർന്നാണ് മധ്യപ്രദേശ് ഉണ്ടായത്. പട്യാല, ഈസ്റ്റ് പഞ്ചാബ്, ഇത്രയും ചേർന്നാണ് പഞ്ചാബ് ഉണ്ടായത്. യുണൈറ്റഡ് പ്രൊവിൻസസ് എന്ന് പറയുന്നത് ആണ് ഉത്തർപ്രദേശായി മാറിയത്. അപ്പൊ ഇതൊക്കെ പാർട്ട് എയിലും പാർട്ട് ബിയിലും ഒക്കെ ഉണ്ടായിരുന്ന സ്റ്റേറ്റുകൾ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഒന്നും അറിഞ്ഞ് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓർക്കാൻ സാധിച്ചാൽ ഓർത്തു വെക്കൂ.
അപ്പൊ എനിവേ ഇത്രയും സ്റ്റേറ്റ്സ് ഫോം ചെയ്തു, ഇത്രയും യൂണിയൻ ടെറിട്ടറീസും വന്നു. ഇവിടെ പാർട്ട് ഡിയിൽ ഉണ്ടായിരുന്ന ആൻഡമാൻ നിക്കോബാർ, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ലക്ഷദ്വീപ്, മണിപ്പൂർ, ത്രിപുര. ലക്ഷദ്വീപ് ഫോം ചെയ്യുന്ന സമയത്ത് ലക്കാഡയും, മിനിക്കോയ് ആൻഡ് അംദിവി ഐലൻഡ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ 1973 ലക്ഷദ്വീപ്. സോ മൈസൂരിന് കർണാടക എന്ന പേര് കിട്ടുന്നതും 1973 അതുപോലെ മദ്രാസിന് തമിഴ്നാടു എന്ന പേര് കിട്ടുന്നത് 1969 അതുപോലെ ലക്കാഡയും, മിനിക്കോയ്, അമിന്തി ഐലൻഡ്സിന് ലക്ഷദ്വീപ് എന്ന പേര് കിട്ടുന്നത് 1973. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ടൈം ലൈൻ. പിന്നെ നമ്മുടെ ഈ സ്റ്റേറ്റുകളൊക്കെ എപ്പോ ഉണ്ടായി എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാം. സോ നമുക്കറിയാം 1956 ബോംബെ ഉണ്ടായി എന്ന് പറഞ്ഞു. സോ 1960 ആയപ്പോൾ that Bombay is divided to 2 states, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. മറാത്തി സംസാരിക്കുന്ന ആൾക്കാര് മഹാരാഷ്ട്രയും ഗുജറാത്തി സംസാരിക്കുന്ന ആൾക്കാര് ഗുജറാത്തിയും ആയി. അങ്ങനെ ഗുജറാത്ത് became the 15th state. മഹാരാഷ്ട്ര 14th സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ബോംബെ ആണ് മഹാരാഷ്ട്രയായിട്ട് മാറിയത്. സോ ആ ബോംബെയിൽ നിന്ന് ഗുജറാത്തി സംസാരിക്കുന്ന ആൾക്കാർ മാത്രം ഗുജറാത്തിലേക്ക് വന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. സോ 1960 ഇന്ത്യയിലെ 15th സ്റ്റേറ്റ് ആയിട്ട് ഗുജറാത്ത് വന്നു. ആൻഡ് 1961 അതുവരെ പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്ന ദാദ്ര നഗർ ഹവേലി, ഗോവ, ദാമൻ ആൻഡ് ദിയു, പോണ്ടിച്ചേരി, ഇതെല്ലാം ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഒരു മിഷൻ, ഗോവ പിടിച്ചെടുക്കാനുള്ള ഒരു മിഷനായിരുന്നു ഓപ്പറേഷൻ വിജയ്. അത് വെച്ചിട്ട് 61-62 ഇതെല്ലാം ആർട്ടിക്കിൾ 2 പ്രകാരം ഫോറിൻ ടെറിട്ടറീസ് ആയിരുന്ന ഇവയെല്ലാം ഇന്ത്യയിലേക്ക് വന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1961-62 കാലഘട്ടത്തിൽ ആർട്ടിക്കിൾ 2 പ്രകാരം ഫോറിൻ ടെറിട്ടറീസ് ആയിരുന്ന ഇവയെല്ലാം ഇന്ത്യയിലേക്ക് വന്നു. ആൻഡ് 1963 നാഗാലാൻഡ്, അതുവരെ ആസാമിന്റെ പാർട്ടായിരുന്ന നാഗാ ഹിൽസ്, നാഗാലാൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്തു. ദാറ്റ് ഈസ് ദ 16th സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. 1966 ഹരിയാന 17th സ്റ്റേറ്റ് ആയി. അതായത് പഞ്ചാബ് ഉണ്ടായിരുന്ന ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ ഹരിയാന എന്ന പുതിയൊരു സ്റ്റേറ്റിലേക്ക് ആയി മാറി. പഞ്ചാബിൽ ഉണ്ടായിരുന്ന ഹിന്ദി മാത്രം സംസാരിക്കുന്ന ആളുകൾ ഹരിയാനയിലേക്ക് പോയി. അപ്പൊ പഞ്ചാബിൽ പഞ്ചാബി മാത്രം സംസാരിക്കുന്ന ആളുകളായി മാറി. ദെൻ അതേസമയം തന്നെ 1966 ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറി ഉണ്ടായി. ആൻഡ് ദാറ്റ് യൂണിയൻ ടെറിട്ടറി ബിക്കെയിം ദ ക്യാപിറ്റൽ ഓഫ് ഹരിയാന ആൻഡ് കച്ച്. 1971 ഹിമാചൽ പ്രദേശ് ബിക്കെയിം ദ സ്റ്റേറ്റ്. 1956 ഹിമാചൽ പ്രദേശ് യൂണിയൻ ടെറിട്ടറി ആയി ഫോം ചെയ്തിരുന്നു. ബട്ട് 1971 അത് സ്റ്റേറ്റ് ആയി മാറി. 1972 ആസാം റീഓർഗനൈസേഷൻ ആക്ട് വന്നു. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. 1972 ആസാം റീഓർഗനൈസേഷൻ ആക്ട് ആസാമിനെ ഡിവൈഡ് ചെയ്ത് മണിപ്പൂർ, ത്രിപുര ആൻഡ് മേഘാലയ എന്ന് പറയുന്ന 3 സ്റ്റേറ്റ്സ്. മണിപ്പൂർ, ത്രിപുര ആൻഡ് മേഘാലയ. 1975 ഏറ്റവും അവസാനമായിട്ട് ഫോറിൻ ടെറിട്ടറി ആയിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് സിക്കിമാണ്. ഓർത്തു വെക്കുക, ഫോറിൻ ടെറിട്ടറി ആയിരുന്ന ഒരു ഫോറിൻ ടെറിട്ടറി നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്ന ഫോറിൻ ടെറിട്ടറി എന്ന് പറയുന്നത് സിക്കിമാണ്. 22nd സ്റ്റേറ്റ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് 1975 ആൻഡ് 1987 മിസോറാം, അരുണാചൽ പ്രദേശ്, ഗോവ, ഇങ്ങനെ 3 സ്റ്റേറ്റ് ഉണ്ടായി. ഗോവ യൂണിയൻ ടെറിട്ടറി ആയിട്ടാണ് 1962 വന്നത്. അത് 1987 ആയപ്പോഴേക്കും സ്റ്റേറ്റ് ആയി മാറി. സോ ഇന്ത്യയിലെ 25th ഫോംഡ് സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഗോവയാണ്. അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്, പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഏറ്റവും അവസാനമായി വന്ന ഫോറിൻ ടെറിട്ടറി ഏതാണ് എന്നും അതുപോലെ ഏറ്റവും 25th സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഗോവ വാസ് ദ 25th സ്റ്റേറ്റ് ആൻഡ് ലാസ്റ്റ് ഫോറിൻ ടെറിട്ടറി വന്നത് അക്വയർ ചെയ്തത് സിക്കിമാണ് 1975. In 2000 നമുക്കറിയാം ഛത്തീസ്ഗഡ്, ഉത്തരാഞ്ചൽ, ജാർഖണ്ഡ്. നമ്മുടെ ബീഹാറിനെ ബൈഫർക്കേറ്റ് ചെയ്താണ് ജാർഖണ്ഡ് വന്നത്. ഉത്തർപ്രദേശിനെ ബൈഫർക്കേറ്റ് ചെയ്താണ് ഉത്തരാഞ്ചൽ വന്നത്. മധ്യപ്രദേശിനെ ബൈഫർക്കേറ്റ് ചെയ്താണ് ഛത്തീസ്ഗഡ്. ആൻഡ് 2014 ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് വന്നു. അങ്ങനെ ആന്ധ്രാപ്രദേശ് ഡിവൈഡ് ചെയ്ത് തെലങ്കാനയും ആന്ധ്രാപ്രദേശുമായി മാറി.
Then 2019 October 31st ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം ജമ്മു ആൻഡ് കാശ്മീർ ഡിവൈഡ് ചെയ്ത് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് എന്ന രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആയി മാറും. അങ്ങനെയാണ് നമുക്ക് 28 സ്റ്റേറ്റ്സ് ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് യൂണിയൻ ടെറിട്ടറീസിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസിൽ പഠിക്കാനുള്ളത്. ഇത് നമ്മുടെ ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 1 ആണ്. ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പലതും പറഞ്ഞു, ആർട്ടിക്കിൾസ് പറഞ്ഞു. അതുപോലെ ഈ ടൈം ലൈൻ ഒക്കെ നമുക്ക് ഓർത്തു വെക്കണം. കാരണം നമ്മുടെ KT മാത്രമല്ല, നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒക്കെ എഴുതുന്ന പല ക്വസ്റ്റ്യൻസും വരാം. ഇന്ത്യയിലുണ്ടായ 15th സ്റ്റേറ്റ് ഏതാണ്? ഗുജറാത്ത്. 25th സ്റ്റേറ്റ് ഏതാണ്? ഗോവ. അതുപോലെ ആസാം റീഓർഗനൈസേഷൻ ആക്ട് വന്നത് എപ്പോഴാണ്? 1972. ഏറ്റവും അവസാനമായി വന്ന ഫോറിൻ ടെറിട്ടറി ഏതാണ്? സിക്കിം, 1975. സോ ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് വന്നത് എപ്പോഴാണ്? 2014. ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വന്നത് എപ്പോഴാണ്? 2019. ജമ്മു ആൻഡ് കാശ്മീർ സ്പ്ലിറ്റ് അപ്പ് ചെയ്തത് എപ്പോഴാണ്? 2019 October 1. ഈ കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യാമെന്ന് മാത്രമേ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റൂ. ഇത് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ്. ഓരോ പോയിന്റ്സും ഓർത്ത് വെക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച്.